ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശാലു ലച്ചു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആനയൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആനയൂട്ടിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി കാണുക. അപ്പോൾ ഞങ്ങൾക്ക് അന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് ചേട്ടൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലായിരുന്നു കേട്ടോ, അനിത ചേച്ചിയുടെ വീട്ടിൽ. ഇത് അനിത ചേച്ചിയുടെ മോൻ അഭിലാഷിൻ്റെ മോളാട്ടോ. അവൾ ഭയങ്കര ബിസിയില്ല എന്ന് വെച്ചാൽ ഒരു കിച്ചൺ സെറ്റ് പുതിയത് മേടിച്ചു കേട്ടോ. അപ്പോൾ അത് വെച്ച് കുക്കിങ്ങിൽ അവൾ ഭയങ്കര ബിസിയാണ് കേട്ടോ പുള്ളിക്കാരി. അപ്പോൾ ഇതാണ് അഭിലാഷ്. പിന്നെ ഇത് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഇത് അനിത ചേച്ചിയുടെ ഹസ്ബൻഡ് ബാവോണന്. പിന്നെ അനിത ചേച്ചി അവരെയൊക്കെ കുക്കിങ്ങിൽ ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സാക്ഷാൽ അനിത ചേച്ചി. ബ്രഹ്മസലി പായസമായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു പാത്രത്തിലായിട്ട് പകരുമായിരുന്നേ. അടിപൊളി സദ്യയായിരുന്നു. ഇത് വെറും സദ്യ എന്ന് പറയാൻ പറ്റത്തില്ല, സീ ഫുഡ് സദ്യ എന്ന് വേണം പറയാൻ കേട്ടോ. കൊഞ്ച് തീയൽ, വേളാപ്പാര പൊരിച്ചത്, പിന്നെ പറയാൻ പോത്ത് റോസ്റ്റ്, അങ്ങനെ വേണ്ട. ഇത് ആരതിയുടെ അമ്മ കേട്ടോ. ആരതി എന്ന് പറയുന്നത് അനിത ചേച്ചിയുടെ മരുമോളാണ് കേട്ടോ, അഭിലാഷിൻ്റെ വൈഫ്. അങ്ങനെ ഒരു അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കുതിര വലിക്കുന്നുണ്ടായിരുന്നേ. ഈ കുതിരയെന്ന് പറയുന്നത് ആശ്രമം ചേക്കോട്ട് പൊതുജനങ്ങളുടെ വകയായിട്ടുള്ള കുതിര കേട്ടോ. അപ്പോൾ ഈ കുതിരയുടെ വലിക്കുന്ന എല്ലാം ഞങ്ങൾക്ക് അത്യധികം വേണ്ടപ്പെട്ട ഞങ്ങൾ അളിയന്മാരാണ് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിലെ കൊടിയിറങ്ങുന്നത് കണ്ട് തൊഴുവാനായിട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ കുതിരയെ കണ്ടത്. പിന്നെ വിചാരിച്ച് ഇവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകുന്നേ, ഇവരുടെ പ്രകടനങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് പോകാം. അതല്ലേ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അങ്ങനെ ശിവരാജുമൊക്കെ ഒരു തിടമ്പേക്കാനായിട്ട് റെഡിയാക്കി നിർത്തിയിരിക്കുക. അങ്ങനെ പൂജ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ പൂജ നടക്കുന്നുണ്ടായിരുന്നു. കൊടിയിറങ്ങിയില്ല, കൊടിയിറങ്ങുന്ന സമയമായി വരുന്നതേ ഉള്ളായിരുന്നു. അപ്പം ശിവരാജുവിനെ അടിപൊളിയായിട്ട് ഒരുക്കിയെടുക്കുവാണ് അവർ കേട്ടോ. അപ്പം കൊലുസും മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മാലയും പിന്നെ കൊലുസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. തിടം എഴുന്നള്ളിക്കുമ്പോൾ ശിവരാജുവിൻ്റെ അകമ്പടിക്ക് വേണ്ടി 2 ആനകളുണ്ട്, അതും വന്നു ചേർന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കൊടി ഇറങ്ങുന്ന ടൈമായി കേട്ടോ. എത്ര ആനയുണ്ട്? ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ വൈഫും ചെറുമോളും ആണ് കേട്ടോ. ഇതാണ് എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ലതിക. അപ്പം ശിവരാജു തിടമ്പൊക്കെ ഏറ്റാൻ റെഡിയായിട്ട് നിൽക്കുവാണ് ഏൽക്കാൻ കേട്ടോ. മറ്റേ അകമ്പടിക്കുള്ള ആനകളെ ബാക്കിൽ നിൽക്കുന്ന 2 പേരും. അങ്ങനെ ശിവരാജു തിടമ്പൊക്കെ ഏറ്റെടുത്തു. കൃഷ്ണ ഭഗവാന്റെ നോക്കി എന്താ ഐശ്വര്യം അല്ലേ. പിന്നെ ഒരു വട്ടം അമ്പലത്തിന് ചുറ്റും 3 ആനകളും വലം വയ്ക്കും കേട്ടോ. അങ്ങനെ
ഭഗവാന്റെ തിടമ്പേറ്റിയ ശിവരാജുവും മറ്റകമ്പടിക്കുള്ള മറ്റ് 2 ആനകളും അമ്പലത്തിന് ചുറ്റും ഒരു വട്ടം വലം വയ്ക്കും. വലം വെച്ചതിന് ശേഷം ഭഗവാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള വാതിൽ വന്നിന്ന് ഉത്സവം കാണും കേട്ടോ. അപ്പോൾ അകമ്പടിക്ക് മറ്റ് 2 ആനകളും അപ്പുറം ഇപ്പുറമായിട്ട് നിൽക്കും. അങ്ങനെ ഭഗവാൻ ഉത്സവം കാണാനായിട്ട് പുറത്തിറങ്ങി കേട്ടോ. ഈ സമയത്ത് നമ്മൾ എന്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചാലും നമുക്കത് സാധിച്ചു തരുമെന്ന ഐതിഹ്യം കേട്ടോ. ഇപ്പം ഭഗവാൻ അത്യധികം ആഹ്ലാദത്തിൽ നിൽക്കുന്ന സമയമാണേ. നമുക്ക് തിരക്കുണ്ട്, വൻ തിരക്കുണ്ടല്ലോ. അമ്പലമുറ്റം മുഴുവൻ ഫുള്ള് ആളായി. ഈ പ്രാവശ്യം അധികം ആളില്ലായിരുന്നെന്നാണ് പറയുന്നത്. എന്നിട്ടും നോക്ക് തിരക്ക്. ഭഗവാന്റെ മുന്നിൽ എല്ലാ കുതിരകളും ആനകളും വന്ന് നമസ്കരിക്കും. പുതുകാവിൽ അമ്മയും ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ വന്ന് നമസ്കരിക്കും. എന്നിട്ട് കൊട്ടാരക്കുളം ശ്രീ ഗണപതി ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ വന്ന് നമസ്കരിക്കുമേ. എന്നിട്ട് പുതുകാവിൽ അമ്മയുടെയും കൊട്ടാരക്കുളം ശ്രീ ഗണപതി ഭഗവാന്റെയും അകമ്പടിയോടെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അമ്പലത്തിൽ നിന്ന് മൈതാനത്തിലേക്ക് പൂരത്തിന് പോകുന്നത്. അതിൻ്റെ ബാക്കിൽ മറ്റുള്ള ആനകളും പൂരത്തിനുള്ള മറ്റുള്ള ആനകളും അതിൻ്റെ ബാക്കിലാണ് പോകുന്നത്. പുറകോട്ട് മാറി കൊടുക്കുക. ആനകൾ ഇതിന്റെ പുറകെ ഏകദേശം 22ഓളം ആനകളുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ മൈതാനത്തെത്തി. അപ്പം കൊട്ടാരക്കുളം ശ്രീ ഗണപതി ഭഗവാനും പുതുകാവിൽ അമ്മയും മുഖാമുഖം നിന്നാണ് പൂരം നടക്കുന്നത് കേട്ടോ. പിന്നെ പൂരത്തിൻ്റെ എല്ലാം ഒന്നും എനിക്ക് പകർത്താൻ പറ്റിയില്ല. കുറേ നേരമൊന്നും അവിടെ നിൽക്കാൻ പറ്റിയില്ല. എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റ് പിടിച്ചു. നടത്തിയിട്ടുള്ള പ്രയത്നം നിങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കാനുള്ള അവസരമാണ്. സമയം വളരെ വൈകിയതിനാൽ 2 ക്ഷേത്ര ഭാരവാഹികൾ പെട്ടെന്ന് കുടമാറ്റം നടത്തണം.
ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുടെ ഞാൻ വീണ്ടും വരാം. അപ്പോൾ ശരി, ഓക്കേ.